എല്ലാവർക്കും ടെക്ലേമത്തിലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിവോ T3 Pro എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. ഈ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ റീബ്രാൻഡാണ്. ചൈനയിൽ വിവോ Y200 GT എന്ന് പറഞ്ഞ ഫോൺ ഇറങ്ങിയായിരുന്നു. അതിൻ്റെ റീബ്രാൻഡ് തന്നെയാണ് വരുന്നത്. നമുക്ക് ഈ സ്മാർട്ട് ഫോൺ നമുക്ക് എന്തായാലും ജൂലൈയിൽ പ്രതീക്ഷിക്കാം, കാരണം BIS സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യം ഫസ്റ്റ് നമുക്ക് നോക്കാം. വിവോ നമ്മുടെ IQ12 ഇല്ലേ, IQ12ൻ്റെ ക്യാമറ ഡിസൈനൊക്കെയാണ് ഇതിലും വരുന്നത്. ബാക്കൊക്കെ ഓൾമോസ്റ്റ് സിമിലറാണ്. 8 mm തിക്നെസ് വരുന്നത്, 194 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. ഗ്ലോസി പ്ലാസ്റ്റിക് ബാക്കാണ്, പ്ലാസ്റ്റിക് ഫ്രെയിം വരുന്നുണ്ട്, IP64 റേറ്റിംഗ് വരുന്നുണ്ട്. ബാക്കിലെ ഡിസൈനും ഓവറോൾ ഡിസൈനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുള്ളതാണ് വരുന്നത്. ഒരു വെറൈറ്റി ഷെയ്ഡൊക്കെ വരുന്നുണ്ട് ബാക്കിൽ കാണാനൊക്കെ ആയിട്ട്. പിന്നെ അത്യാവശ്യം ഡ്യൂറബിളും കൂടിയാണ്, കാരണം IP64 റേറ്റിംഗും വരുന്നുണ്ട്. ഇനി ഡിസ്പ്ലേ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ ഒരു 1.5K 10-bit 144 ഹെർട്സിൻ്റെ AMOLED പാനലാണ് വരുന്നത്. 1100 നിറ്റ്സ് ആണ് റെഗുലർ ബ്രൈറ്റ്നസ്. ഹൈ ബ്രൈറ്റ്നസ് മോഡൽ 4500 നിറ്റ്സ് HDR10+ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പിന്നെ HDR10+ സർട്ടിഫിക്കേഷൻ ഉണ്ട്. 3840 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അടിപൊളി ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതൊരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, കർവ്ഡൊന്നുമല്ല. അടിപൊളി ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഇവിടെ വരുന്നത്. പിന്നെ ഹെഡ്ഫോൺ ജാക്ക് ഇവിടെ വരുന്നില്ല. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും നമുക്ക് AMOLED ഡിസ്പ്ലേ വരുന്നതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. നമ്മളതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ് വരുന്നത്. 4nm TSMC മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ് വരുന്നത്. സ്പെക്കിനോട് താഴെ കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജാണ് വരുന്നത്. SD കാർഡ് സപ്പോർട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു കുറവെന്ന് പറഞ്ഞാൽ UFS 2.2 ആണ്. UFS 3.1 കൊടുക്കായിരുന്നു, കാരണം ഇതിൻ്റെ കോമ്പറ്റീഷൻ ആയിട്ടുള്ള വരുന്ന ഫോണുകൾ UFS 3.1 സ്റ്റോറേജൊക്കെ ആയിട്ടാണ് വരുന്നത്. അതാണ് ഒരു കുറവുള്ളത്. ആൻഡ്രോയിഡ് സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ 8,23,249 ആണ്. CPU 2,63,703. GPU 2,54,166. BGMI ഒക്കെ 60 FPS കിട്ടുന്ന ഒരു പ്രോസർ തന്നെയാണ്. ഗെയിമിംഗ് ഒരു കുഴപ്പമുണ്ടാവില്ല. ഡെയിലി ടാസ്ക് അടിപൊളിയായിരിക്കും. ഒരു കുറവെന്ന് പറഞ്ഞാൽ UFS 2.2 മാറ്റി UFS 3.1 കൊടുക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ ഇത് UFS 3.1 ആയി വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല, കാരണം അങ്ങനെ ചെറിയ ചേഞ്ചസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി OSൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ FunTouchOS 14 ആണ്. Android 14 ഔട്ട് ഓഫ് ദ ബോക്സ്. 2 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. പിന്നെ FunTouchOS ആയതുകൊണ്ട് തന്നെ ഇച്ചിരി പ്ലോട്ട് വേർഡ്സും ആഡ്സൊക്കെ കാണും. ഇച്ചിരി മെനക്കെട്ടതെന്ന് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇനി ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡുവൽ ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. ഒരു പ്രൈമറി 50 MP f1.8 ആപ്പച്ച് വരുന്ന സോണി ലിറ്റിയ 600 ആണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30 FPS ആണ് നമുക്ക് മാക്സിമം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ 2 MP ഡെപ്ത് സെൻസറാണ് വരുന്നത്. പിന്നെ സെൽഫി ആയിട്ട് 16 MP f2.5 സെൽഫി 1080p 30 FPS ആണ് വരുന്നത്. ക്യാമറ അത്ര ഒരു സ്ട്രോങ് പോയിന്റ് അല്ല ഈ സ്മാർട്ട് ഫോണിൻ്റെ. കാരണം എന്ന് പറഞ്ഞാൽ പ്രൈമറി സെൻസർ ഓക്കെ, പക്ഷേ സെക്കൻഡറി ഒരു 2 MP ഡെപ്ത് സെൻസറാണ് കൊടുത്തേക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 12 MP ഒരു അൾട്രാ വൈഡ് കൂടി കൊടുത്തായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. 2 MP ഡെപ്ത് സെൻസറൊക്കെ ഈ പ്രൈസ് റേഞ്ചിലൊക്കെ വളരെ മോശമാണ്. ഇനി ബാറ്ററി കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിൻ്റെ ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടും. 0 to 50 26 മിനിറ്റ് ഉണ്ടാവും. 0 to 100 ഒരു 1 hour താഴെ തന്നെ അണ്ടർ 1 hour എന്തായാലും പറ്റും. നമുക്ക് 6000 mAh ബാറ്ററിയും കിട്ടുന്നുണ്ട്. 80 വാട്ട്സ് ചാർജറുണ്ട്. പിന്നെ 6000 mAh ബാറ്ററി ആയതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി ലൈഫ് ആയിരിക്കും. ഒരു 8 hours മുകളിലൊക്കെ നമുക്ക് എന്തായാലും സ്ക്രീൻ ഓൺ ടൈം പ്രതീക്ഷിക്കാം. പിന്നെ AMOLED ഡിസ്പ്ലേ ആണ്. പിന്നെ 4nm പ്രോസർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടും. ഇനി കണക്ടിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 5G ആണ്. Bluetooth 5.4 ആണ് വരുന്നത്. Wi-Fi 6 ഉണ്ട്, NFC ഉണ്ട്, IR ബ്ലാസ്റ്റർ ഉണ്ട്, USB Type-C 2.0 ആണ് വരുന്നത്. കണക്ടിവിറ്റി കാര്യത്തിലൊരു കുറവും നമ്മൾ വിവോ വരുത്തിയിട്ടില്ല. നമ്മളിനി പ്രൈസിൻ്റെ നോക്കുകയാണെങ്കിൽ 8GB 128, 8GB 256, 12GB 256 ആണ് വരുന്നത്. ഒരു 12GB 512 കൂടി വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഇറങ്ങുമെന്ന്. എക്സ്പെക്ട് പ്രൈസ് എന്ന് പറയുവാണെങ്കിൽ 24,000 രൂപയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. ബെസ്റ്റ് എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ്. OnePlus Nord C4 ആണ് മെയിൻ കോമ്പറ്റീഷനൊക്കെ വരുന്നത്. അവിടെ നമുക്ക് UFS 3.1 വരുന്നുണ്ട്, 8 MP അൾട്രാ വൈഡ്. ഇതിനൊരു കുറവെന്ന് ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ ആകെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത് പുറകിലൊരു 50 MP ക്യാമറ മാത്രമേ ഉള്ളൂ. ബാക്കി പിന്നെ 2 MP ഡെപ്താണ്. അത് അത്ര ഒരു ഉപയോഗം ഉണ്ടാവത്തില്ല. ഒരു 12 MP അൾട്രാ വൈഡും കൊടുത്തായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. അതേ ഒരു കുറവുള്ളൂ. ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല സ്പെക്ക് തന്നെ വരുന്നുണ്ട്. കാരണം നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട്, ഡിസ്പ്ലേ അടിപൊളിയാണ്, പെർഫോമൻസ് ഓൾമോസ്റ്റ് സിമിലർ ആണ് നമ്മുടെ OnePlus Nord C4 ആയിട്ട്. പിന്നെ ബാറ്ററി അടിപൊളിയാണ്. 6000 mAh ബാറ്ററിയും വരുന്നുണ്ട്, 80 വാട്ട്സ് ചാർജിങ് വരുന്നുണ്ട്, കണക്ടിവിറ്റി അടിപൊളിയാണ്. ക്യാമറ മാത്രമേ ഒരു കുറവുള്ളൂ, അല്ലാണ്ട് നോക്കുവാണെങ്കിൽ അടിപൊളിയാണ് ഈ സ്മാർട്ട് ഫോൺ. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെട്ടു, അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. കാഴ്ചപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.